നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ മറ്റൊരു ഹെൽത്തി പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നുണ്ടാക്കാൻ പോണ പായസത്തിൻ്റെ പേര് ചെറുപയർ പരിപ്പ് പായസം. ഇതിൽ ചേരുവകളൊക്കെ ചെറുപയർ പരിപ്പ്, ശർക്കര, ചുക്കുപൊടി, പിന്നെ ഗാർണിഷിന് ഏലപ്പൊടി. ഞാൻ ശർക്കര പാനി ആക്കി വെച്ചിട്ടുണ്ട്. അരിച്ച് വൃത്തിയാക്കി ശർക്കര പാനിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് ഒഴിച്ച് ചെറുപയർ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഇത് ചേർക്കാം ഇതിലൂടെ. ഈ ഒരു പായസം ഞങ്ങളുടെ എല്ലാ പൂജാ വിശേഷ ദിവസങ്ങളിലും ഉപവാസം ഇരിക്കുന്ന ദിവസങ്ങളിലും ഉപയോഗിക്കുന്ന പായസമാണ്. ഈ പായസം അരി ആഹാരം കഴിക്കാത്ത ദിവസം ഇത് വയറ് നിറയുകയും ചെയ്യും, ആരോഗ്യത്തിന് നല്ലതുമാണ്. ഈ പായസത്തിൽ നമ്മൾ ചെറുപയർ പരിപ്പ് കൊച്ചു പിള്ളേർ 8 മാസം മുതലുള്ള പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ പായസമാണിത്. ഇപ്പോൾ ശർക്കര പാനി കുറച്ചൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ഈ വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ് ഒന്ന് ചേർക്കാം. ഇത് 200 ഗ്രാം ചെറുപയർ പരിപ്പാണ്. ഇതിലോട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് 250 ഗ്രാം ശർക്കര. ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ആവാം. നമുക്ക് ഇന്ന് കലർന്നിട്ടുള്ളത് ഇത്രയാണ്. ഏതൊരു പായസം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ നിർത്താതെ ഇളക്കിയാലേ പായസം നന്നായി ചേർന്ന് വരും. ഈ ചെറുപയർ പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പിള്ളേർക്ക് കൊടുക്കാം. 8 മാസം മുതലുള്ള പിള്ളേർക്ക് മുതൽ കഴിക്കാൻ പറ്റിയതാണ്. ചോറൂണൊക്കെ കഴിഞ്ഞ ഉടനെ പിള്ളേർക്ക് ആദ്യം കൊടുക്കുന്ന പരിപ്പ് എന്ന് പറയുന്നത് ചെറുപയർ പരിപ്പാണ്. ഇത് മുതിർന്നവർക്കും നല്ല വയസ്സായവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ പായസം ആണ്. ഈ പരിപ്പ് എന്ന് പറയുന്നത് റിച്ച് ഇൻ പ്രോട്ടീൻ, റിച്ച് ഇൻ ഇതാണ്. ഡൈജഷന് നല്ലതാണ്. ഡൈജഷൻ വേഗമാകും. മറ്റേ പരിപ്പുകളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് വേഗം ഡൈജസ്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും പിള്ളേർക്ക്. ഇത് ഞാൻ ചെയ്തപ്പോൾ നന്നായി ചുവക്ക വറക്കുക എന്ന് പറയും. വറക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്പി ആകുന്ന പോലെ. പരിപ്പ് നമ്മൾ വായിലിട്ടാൽ വെറുതെ ക്രിസ്പി ആയിട്ട് കഴിക്കാം. ആ രീതിയിൽ വറുത്തിട്ടാണ് വേവിച്ചത്. നമ്മൾ 2 രീതിയിൽ ഈ പായസം ഉണ്ടാക്കാം. ഈ പായസം നമ്മൾ ശർക്കര ഇട്ട് ഉണ്ടാക്കുന്ന പോലെ പഞ്ചസാര ഇട്ട് ഉണ്ടാക്കാം. പഞ്ചസാര ഇതേപോലെ ശർക്കര നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ട് പരിപ്പിൽ തന്നെ പഞ്ചസാരയും പാലും ഒഴിച്ച് കഴിക്കാം. ഇത് ഞാൻ പ്രഥമൻ എന്ന പോലെ ഉണ്ടാക്കുന്നതാണ്. പ്രഥമൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ശർക്കര പാനി ഒഴിച്ച് ഉണ്ടാക്കി. ഇതിൽ ഞാൻ 2ാം പാലും 1ാം പാലും കൂടെ മിക്സ് ചെയ്താണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ മറ്റേ പാലും ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റും ഈ പായസം. നമ്മൾ പരിപ്പുകൾ എടുക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് വേദിക ഇതിൽ നോക്കുമ്പോഴത്തേക്കും പുരാണകാലം മുതലേ ഉപയോഗിക്കുന്ന പരിപ്പാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം, നല്ല ശർക്കരയും ചെറുപയർ പരിപ്പും ഒക്കെ ചേർന്ന് നല്ല തിളച്ച് നല്ല ചേർന്നതുപോലെയുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആദ്യം 2ാം പാല് ചേർക്കും. പിന്നെ 1ാം പാല് ചേർക്കാൻ മുന്നേ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ 1ാം പാലും ചേർത്ത് ഇതിലെ ഹൈ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചുക്കുപൊടിയാണ്. ചുക്കുപൊടി എന്ന് പറയുന്നത് നമ്മൾ ഉണങ്ങിയ ഇഞ്ചിയുടെ പൊടി. അത് ചുക്കുപൊടി എന്ന് പറയുന്നത് ഫ്ലേവർ കൂട്ടാനും ഡൈജഷന് വേണ്ടിയാണ് മെയിനായിട്ട്. ചുക്കുപൊടിയാണ് ഈ പായസത്തിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റ്. ആദ്യം നമുക്ക് 2ാം പാൽ വയ്ക്കാം. ഇതൊന്ന് തിളച്ചാകുമ്പോൾ നമുക്ക് 1ാം പാൽ ഒഴിക്കാം. അടുപ്പ് അണച്ചേച്ച് നമ്മൾ ഇതിലോട്ട് നമ്മൾ ശകലം ചുക്കുപൊടി, നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം തയ്യാറായി. നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം.
ഇതിൽ നമ്മൾ വേഗം ഒന്നുകൂടെ ഓർക്കാം എന്തൊക്കെയാണ് ചേർത്തതെന്ന്. ചെറുപയർ പരിപ്പ് നന്നായി ചുവക്ക വറുത്ത് നല്ലവണ്ണം വറുത്ത് പിന്നെ വേവിച്ചു, കുക്കറിലിട്ട് നല്ല 2-3 വിസിൽ കേൾക്കാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശർക്കര പാനി എടുത്തു വെച്ചിരുന്നു, തേങ്ങാപ്പാൽ 2 പാല്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചുക്കുപൊടിയാണ്. ഇതാ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം തയ്യാർ. എല്ലാവരും ഇത് ഉണ്ടാക്കി രുചിച്ച് നോക്കും. കുടുംബാംഗങ്ങളോടെ കൂടെ നല്ലൊരു ഓണം ആഘോഷിക്കണം. ഹാപ്പി ഓണം.